ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ നമുക്ക് അല്പസമയം ഈ ദൈവവചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് എ നെവർ എൻഡിങ് ബാറ്റിൽ വിത്ത് അമാലേക്ക്. അമാലേക്കരുമായിട്ട് ഒരിക്കലും തീരാത്ത ഒരു യുദ്ധം ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, റിമെമ്പർ ഗോഡ്സ് ഡെലിവറൻസ് സോ ദാറ്റ് യു ഡോണ്ട് റിപ്പീറ്റ് യുവർ സിൻസ്. വലിയവനായ ദൈവം നമ്മൾക്ക് തന്ന ആ വിടുതൽ ഓർത്തുകൊണ്ട് വീണ്ടും നാം ആ പാപത്തിലേക്ക് പോകാതെ ഇരിക്കണം എന്നുള്ളതായ ഒരു ആത്മീയ യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് കാണാം. 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ മോശയോട് നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. ഇവിടെ നാം കാണുന്നത് യഹോവ മോശയോട് പറയുകയാണ്, ഇത് നീ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നാം എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. അവൻ ചെയ്ത ഒരു നന്മയും മറന്നു പോകരുത്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അന്ന് അത് മോശ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കും അതിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാനും നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്നതായ ചില പാഠങ്ങൾ ഇത് മുഖാന്തരമായിട്ട് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് നീക്കിക്കളയും. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. അമാലേക്ക് ആദ്യമായിട്ട് ഇസ്രായേൽ മക്കളെ യുദ്ധം ചെയ്യുവാൻ വന്ന ഒരു ഗ്രൂപ്പാണ് ഈ അമാലേഖ്യർ. മാത്രമല്ല അവരുടെ അമാലേഖ്യരുടെ ആ യുദ്ധം, അല്ലെങ്കിൽ ഇവരോടുള്ളതായ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ദൈവമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്ത് നിന്ന് അശേഷം മായ്ച്ചു കളയും. ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ഇവിടെ നാം കാണുന്നത് ദ ലോർഡ് ഈസ് മൈ ബാനർ. വലിയവനായ ദൈവം എൻ്റെ കൊടിയാണ്, മൈ ഫ്ലാഗ്, മൈ ബാനർ. ഈ കൊടി എന്ന് പറയുന്നത്, ഈ ഫ്ലാഗ്, അത് വിജയത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ വിജയം എന്ന് പറയുന്നത് അത് മോശ മുഖാന്തരമോ ജോഷുവ മുഖാന്തരമോ അല്ല. ആ കൊടി അല്ലെങ്കിൽ ആ ബാനർ ഇസ്രായേൽ മക്കളുടേതല്ല, മോശയുടേതല്ല, ജോഷുവയുടേതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് യഹോവ നിസി, യഹോവയാണ് ഇത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ യഹോവ കൊടിയായിട്ട്, ഒരു ബാനറായിട്ട് എപ്പോഴും അവരോട് കൂടെ ഉണ്ട്. അവരുടെ പ്രൊട്ടക്ഷനായിട്ട്, അവരെ സംരക്ഷിക്കുന്നതായിട്ട്. അമലേക്കരല്ല, ഏത് ആൾക്കാർ വന്നാലും അവരെ ഹെൽപ്പ് ചെയ്യുവാൻ തക്കവണ്ണം, അവരെ സഹായിക്കുവാൻ തക്കവണ്ണം യഹോവ അവരുടെ കൊടിയായിട്ട് അവരോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ
ശക്തി, അവരെ സഹായിക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവം പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സഹായവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, യഹോവ നിസ്സിയാണ്. അമേലേക്ക് ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. ഈ ലോകത്തിനോടുള്ള യുദ്ധത്തിൽ നമുക്ക് ജയിക്കുവാൻ നമ്മോടൊപ്പം കർത്താവ് ഉണ്ട് എന്നാണ് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, യാഗപീഠം പണിയുമ്പോൾ അത് യഹോവയ്ക്ക് നന്ദി കരയേറ്റുന്ന ഒരു അനുഭവം. മോശയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് മോശ കണ്ടത്. ആ അത്ഭുതം കണ്ടപ്പോൾ മോശയ്ക്ക് വേറൊന്നും ചെയ്യുവാനായിട്ടില്ല. ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാത്രമേ മോശയുടെ ജീവിതത്തിലുള്ളൂ. വലിയവനായ ദൈവം നമ്മളിൽ നിന്നും അതാണ് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ ബാനർ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ കൊടി കണ്ടുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമേലേക്കിനോട് തലമുറയായി യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞു. യഹോവയാണ് ഇട്ട് പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കാണ്, അല്ലാതെ ഇസ്രായേലിനാണെന്നല്ല പറയുന്നത്. ഇസ്രായേലിന് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്നല്ല പറയുന്നത്. പിന്നെ പറയുന്നത് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. അപ്പോൾ ഈ അമാലേക്ക് ഇസ്രായേലിനോട് ചെയ്യുന്ന യുദ്ധമെന്ന് പറയുന്നത് അത് യഹോവയോട് ചെയ്യുന്ന യുദ്ധത്തിന് തുല്യമാണ്. കാരണം ദൈവം വിളിച്ച ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ മക്കൾ. ആ ഇസ്രായേൽ മക്കളെ ആരെങ്കിലും തൊട്ടാൽ അത് യഹോവയെ തൊടുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായിട്ട് യുദ്ധമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സമാധാനപ്പെടുവാനുള്ളതായ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ, അമാലേക്യർ നമ്മുടെ ചുറ്റും വരുന്നതായ സമയത്ത് യഹോവ നമുക്ക് നിസ്സിയായിട്ട്, യഹോവ നമ്മുടെ കൊടിയായിട്ട്, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായിട്ട് ഇരിക്കും. അതുകൊണ്ട് നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായി ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.